മലീനയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അനുമുതൽ ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വൈകിപ്പോയി, കാരണം ജോലി തിരക്ക് കൊണ്ടായിരുന്നു. അപ്പോൾ ജോലി തിരക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊമോ സെഷൻ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നാളത്തെ അലീനയുടെ മനുവിന്റെ കഥയിലേക്ക് പോകുമ്പോൾ കാണാൻ പോകുന്ന വളരെ സങ്കടകരമാകുന്ന അല്ലെങ്കിൽ വളരെ നിർഭാഗ്യകരമാകുന്ന ചില അവസ്ഥയിലേക്ക് അലീനയുടെ ജീവിതം പോകുന്ന ഒരു ഭാഗമൊക്കെയാണ്. വൈജയന്തിക്ക് വേണ്ടി തന്റെ സഹോദരങ്ങളായ ശിവനും രാജീവും കൂടി ഒരു ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ചില പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ അലീനയെ ഒതുക്കുവാൻ വേണ്ടി, അലീനയെ തട്ടിക്കളയാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. അലീനയെ തട്ടിക്കൊണ്ടു പോകുന്ന ഈ ശിവന്റെയും അതുപോലെ രാജീവിന്റെയും നിർദ്ദേശപ്രകാരം ഒരു വലിയ ഗുണ്ടാ സംഘം വന്ന് അലീനയെ വീട്ടിലേക്ക് പോകും വഴി തട്ടിക്കൊണ്ടു പോവുകയാണോ. അങ്ങനെ ബാലചന്ദ്രൻ അലീന വരാണ്ട് വീട്ടിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരേണ്ട സമയമായിട്ടും കാണാത്തത് കൊണ്ട് പെട്ടെന്ന് കൃഷ്ണമോളിന് ചോദിക്കുകയാണ്, എന്ത് പറ്റി, അലീന വന്നില്ലേ എന്ന് ചോദിക്കാൻ. ഇല്ല എന്ന് പറയുക. അങ്ങനെ അലീനയെ ഫോൺ ചെയ്തപ്പോൾ ഫോൺ റിങ് ചെയ്യാതെ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോകുന്ന സാഹചര്യം കണ്ടപ്പോൾ ബാലചന്ദ്രൻ മനസ്സിലായി ഇതെന്തോ ചതിയില്ലാതെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയുകയും അങ്ങനെ മനുവിനെ വിളിക്കുകയും മനുവും ബാലചന്ദ്രനും കൂടെ അലീനയെ അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ കേട്ടോ. പക്ഷെങ്കിൽ അലീനയെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ മനുവും ഈ സംഭവം വളരെ ഗൗരവമായിട്ട് തന്നെ ഇതിനകത്ത് എന്തോ ചതിയുണ്ടെന്ന് മനസ്സിലാക്കി നേരെ വിളിക്കുന്നത് നമ്മുടെ മനുവിന്റെ അച്ഛനെ ശിവനെ വിളിക്കുകയാണ്. ശിവനെ വിളിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അവളുടെ കേസിന് ഞങ്ങളോടൊന്നും പറയുകയും വേണ്ട എന്ന് പറയും. അപ്പം എന്തായാലും ഫോൺ വിളിച്ച് ഇതിനൊരു തീരുമാനമാകത്തില്ല എന്ന് മനസ്സിലാക്കിയ മനു നേരെ ശിവനും രാജീവും താമസിക്കുന്ന ആ മുറിയിലേക്ക് ചെല്ലുകയും അല്ല ലോഡ്ജിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് അവരോട് കാര്യങ്ങൾ തിരക്കും കേട്ടോ. തിരക്കി കഴിയുമ്പോഴത്തേക്ക് അവർ കൈമലർത്തുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് നാളത്തെ എപ്പിസോഡിലെ. ഒടുവിൽ മനുവിന് മനസ്സിലായി ഇവർ തന്നെയാണ് അലീനയുടെ മിസ്സിങ്ങിന് കാരണമെന്നും അവരുടെ മുഖത്ത് നോക്കി പറയുകയും ഇന്ന് രാത്രി തന്നെ അലീനെ ഞങ്ങൾ കണ്ടെത്തും, അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ അലീനയെ തപ്പി മനുവും അതുപോലെ ബാലചന്ദ്രൻ ഇറങ്ങുകയാണ്. പക്ഷെങ്കിൽ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഗുണ്ടാസംഘം അലീനയെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾതാമസമില്ലാത്ത ഒരു വലിയ വീട്ടിലേക്ക്, ഒരു വലിയൊരു ഗോഡൌൺ പോലത്തെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഒരു മുറിയിൽ അടച്ചിടുകയും ചെയ്യുക. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ട് കൈകളും ബന്ധിച്ച് പ്ലാസ്റ്റിക് വെച്ച് അല്ലെങ്കിൽ കവർ ചെയ്യുകയും അങ്ങനെ നിലവിളിക്കുവാനോ ഓടി രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ കെട്ടഴിച്ച് രക്ഷപ്പെടുവാനോ കഴിയാത്ത രീതിയിൽ അലീനയെ ബന്ധിച്ച് ഒരു മുറിയിൽ കൊണ്ട് ഇടുകയാട്ടോ. ഒടുവിൽ അലീനെ അവിടെ കിടന്ന് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്ന മുറിയിൽ കിടന്ന് ഓടി നടക്കുന്നു. അതുപോലെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പല വെപ്രാളങ്ങളും കാണിക്കുന്ന നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ. അങ്ങനെ ഈ സംഭവം എല്ലാവരും അറിയുകയാട്ടോ. അറിഞ്ഞിട്ട് അതുപോലെ ബാലചന്ദ്രന്റെ അളിയനായ CI ഈ കാര്യം അറിയുകയും CI പറഞ്ഞ് ഇത് കേസാക്കിയേക്കാം, കേസാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ശിവനും രാജീവനും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല, അവരെ പൂട്ടാൻ പറ്റുന്ന നല്ലൊരു വഴിയാണ് ഇതെന്ന് പറയുകയും അങ്ങനെ കേസിന്റെ ഭാഗത്തേക്ക് ബാലചന്ദ്രൻ പോകുന്നു. മറുഭാഗത്ത് അലീനെ അന്വേഷിച്ച് മനു പോകുന്നു. ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യം ഈ നമ്മുടെ ഗംഗാധരൻ വൈജിയുടെ മൂത്ത സഹോദരൻ വരികയാണ്. ഈ വരുന്ന സമയത്ത് ഗംഗാധരൻ വിളിച്ച് ഈ കാര്യങ്ങൾ പറയും, അലീനയെ മിസ്സായിട്ടുണ്ട്, അതിന് ഫുൾ ഉത്തരവാദിത്തം രാജീവനും അതുപോലെ ശിവനുമാണെന്ന് പറയും കേട്ടോ. അപ്പൊ എന്തായാലും ഇത് കേട്ടപ്പോൾ ഗംഗാധരന് വലിയ വെപ്രാളം ഉണ്ടാകും. കാരണം പ്രശ്നം ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുവാണോ എന്ന് ചിന്തിക്കുകയും പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ശിവനെയും രാജീവിനെയും ഗംഗാധരൻ വിളിക്കുക കേട്ടോ. അപ്പോൾ ചേട്ടന്റെ ഫോൺ കോൾ കണ്ടതേ ഒന്ന് പരുങ്ങുന്നുണ്ട് ശിവനും രാജീവും. ഒടുവിൽ രാജീവിനോടും ശിവനോടുമായിട്ട് ഗംഗാധരൻ വലിയൊരു മുന്നറിയിപ്പ് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഗംഗാധരൻ രാജീവിനെയും അതുപോലെ ശിവനെയും വിളിക്കുകയാണ്. ശിവനെയും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയും ഈ അലീനയെ മിസ്സായ കാര്യങ്ങൾ താൻ അറിഞ്ഞെന്നും ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ അത് തീക്കൊള്ളി വെച്ച് തലച്ചൊറിയുന്നതിന് തുല്യമായിരിക്കും, വലിയ സർവനാശത്തിലേക്കായിരിക്കും നിങ്ങളുടെ യാത്രയെന്നും മാത്രമല്ല ഈ ബാലചന്ദ്രനും വൈജയന്തിയുമായിട്ടുള്ള ഈ വഴക്കിന് ചില കാരണങ്ങളുണ്ടെന്നും അത് ഞാൻ അവിടെ വന്നിട്ട് അറിയിക്കാമെന്ന് പറയുകയും അതുകൊണ്ട് തന്നെ അലീനയുടെ മിസ്സിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിങ്ങളുടെ സർവനാശമായിരിക്കുന്നു മാത്രം ഞാനിപ്പോ പറയുകയാണ് എന്ന് പറഞ്ഞ് ഗംഗാധരൻ ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയും ഇത് കേട്ട ശിവനും രാജീവനും വെപ്രാളമാകുകയും എന്തോ ഇതിന്റെ ഉള്ളിൽ എന്തോ ഗംഗാധരൻ ഏട്ടന് എന്തോ അറിയാവുന്ന ചില സംഭവങ്ങളുണ്ടെന്നും നമ്മൾ ഇതിന്റെ അകത്ത് കുരുങ്ങിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് അകപ്പെട്ടു പോയോ എന്നൊക്കെ ഭയക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം കാണുന്ന അലീന സ്വയമായി രക്ഷപ്പെടുവാൻ വേണ്ടി ചില മാർഗങ്ങൾ
കണ്ടെത്തുകയും അങ്ങനെ അലീന ആ ബന്ധിച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ തന്റെ വാ മൂടിക്കെട്ടിയിരിക്കുന്ന ആ സ്റ്റിക്കർ വലിച്ചു പൊളിക്കുകയും അങ്ങനെ സ്വയമായിട്ട് ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭാഗങ്ങളൊക്കെ ആയിരിക്കും അവസാന ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ വീണ്ടും അടുത്ത ദിവസത്തെ പ്രമോ ശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.